ജനപക്ഷം പാർട്ടി എൻഡിഎയിൽ ചേർന്നിരിക്കുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ പി.സി. ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഇങ്ങനെ കർഷകരുടെ പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടെടുക്കും. റബ്ബറിന് ഇപ്പം 150 രൂപയാണ്. ബി.ജെ.പിയുടെ നേതൃത്വമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 200 രൂപയാക്കണമെന്നാണ് ആവശ്യം. എൻ്റെ വിശ്വാസം അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നവർ വാക്ക് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും അതിനും ഒരു തീരുമാനം ഉണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി, അവരെ രക്ഷിക്കുന്നതിന് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നാണ് ബി.ജെ.പിയുടെ നേതൃത്വം നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. ചർച്ച ആക്ട് നടപ്പാക്കാനുള്ള ഇടത് സർക്കാരിന്റെ നീക്കത്തെ ശക്തമായി നമ്മൾ എതിർക്കുകയാണെന്ന് നമുക്കറിയാം. ആ കാര്യത്തിലും എൻഡിഎയുടെ എല്ലാ സഹകരണവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമ്മളെ ഹജ്ജ് കോട്ട കുറച്ച് കളഞ്ഞിരിക്കുകയാണ്. ഹജ്ജിന് സബ്സിഡി ഇല്ലാതായിരിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. വളരെ വിശദമായി ഈ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഹജ്ജ് കോട്ടയുടെ കാര്യത്തിലും ഹജ്ജ് സബ്സിഡിയുടെ കാര്യത്തിലും തീർച്ചയായും അതിന് അനുകൂലമായി കേരളത്തിലെ മുസ്ലിം സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉറപ്പാക്കുന്ന നടപടി ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. ഈയിനം നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയും എന്ന് ബോധ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ജനപക്ഷം, ഇപ്പോൾ ജനപക്ഷം സെക്കുലർ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേരള ജനപക്ഷം സെക്കുലർ എന്നാണ്. ആ പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായി ബി.ജെ.പി നേതൃത്വം കൊടുക്കുന്ന, മോദിജി നേതൃത്വം കൊടുക്കുന്ന എൻഡിഎയുടെ സഖ്യകക്ഷിയാകണം എന്ന ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവർ പ്രിയങ്കരായ നമ്മുടെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരള ജനപക്ഷം സെക്കുലറിനെ എൻഡിഎയുടെ ഭാഗമാക്കിയതിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് മുതൽ വളരെ ശക്തമായി, ഇന്ന് മുതലല്ല കഴിഞ്ഞ അടുത്ത നാളിൽ വളരെ ശക്തമായ നീക്കം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ബി.ജെ.പിയുടെ നേതാക്കന്മാർക്ക് ബോധ്യമുണ്ട്. ഒരു കാര്യം ഞാനിവിടെ ഉറപ്പിച്ച് പറയുന്നു. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട്, ശബരിമല എന്ന് പറയുമ്പോൾ അത് ദൈവമാണെന്നും പറഞ്ഞ് ആരും പേടിപ്പിക്കണ്ട. അങ്ങനെ പലരും പറയുന്നത് ദൈവമല്ലത്. ശബരിമല എന്ന് പറയുന്നത് അയ്യപ്പ ശാസ്താവാണ്. ആ ശാസ്താവിന്റെ അവിടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈന്ദവ സംസ്കാരമല്ലല്ലോ. അവിടെ ക്രിസ്ത്യാനിയും മുസ്ലിമും സിഖുകാരനും പാഴ്സിയും സായിപ്പും മദാമയും എല്ലാം ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. ആചാര സംരക്ഷണമാണ്. ആചാര സംരക്ഷണത്തിന് നേതൃത്വം കൊടുത്തവരാരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. തീർച്ചയായും ആ കാര്യത്തിലൊക്കെ സുരേന്ദ്രൻ എന്ന ആ ചെറുപ്പക്കാരന്റെ വിജയം പത്തനംതിട്ടയിൽ ഉറപ്പാക്കാൻ കേരള ജനപക്ഷം സെക്കുലറിന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 100% എഴുതിയിട്ടോളൂ. മിനിമം 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേന്ദ്രൻ ഇവിടെ MP ആയി പാർലമെന്റിൽ പോകും. യാതൊരു സംശയവും വേണ്ട. പി.സി. ജോർജിന്റെ ജനപക്ഷം പാർട്ടി എൻഡിഎയിൽ ചേർന്നിരിക്കുന്നു. പി.എസ്. ശ്രീധരൻപിള്ളയും പി.സി. ജോർജും പങ്കെടുത്ത വാർത്താ സമ്മേളനമാണ് കണ്ടുകൊണ്ടിരുന്നത്.